ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് മാസം 25-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളുണ്ട്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുണ്ട്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുണ്ട്. ഇന്ന് സർപ്രൈസായി റിലീസ് ചെയ്ത സിനിമ ഉണ്ട്. ഏതൊക്കെ സിനിമകളാണ് നോക്കാം നമുക്ക്. OTT അപ്ഡേറ്റുകളിൽ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ ഉള്ളത് പലരും കമന്റ് ബോക്സിൽ പല തവണകളായിട്ട് ചോദിച്ചിരുന്ന ഒരു മലയാള സിനിമയാണ് ഹണ്ട് എന്ന് പറഞ്ഞ സിനിമ. ഭാവന പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. തിയേറ്ററിൽ ഒരു പരാജയം നേരിട്ട സിനിമയാണ് ഈ സിനിമ എന്നുള്ളത്. എന്നാലും പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് ഈ സിനിമ വെയിറ്റ് ചെയ്യാണ് എന്നാണ് അപ്ഡേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ. മനോരമ മാക്സ് ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ അവർ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഡേറ്റ്, ഒരു ഒഫീഷ്യൽ ഡേറ്റ് അവർ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും ഏപ്രിൽ മാസം 2ാമത്തെ ആഴ്ച, അതായത് വിഷു സ്പെഷ്യലൊക്കെ ആയിട്ട് ഈ ഒരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത തന്നെ ഈ സിനിമയുടെ ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളും അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ മനോരമ മാക്സിന്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് ഒരു അഡ്വഞ്ചർ ഡ്രാമ ആനിമേഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. മുഫാസ ദ ലയൺ കിങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ മാർച്ച് മാസം 26-ാം തീയതിയാണ് ഈ സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. റിലീസ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ ലാംഗ്വേജിലടക്കം റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ സീരീസ് ആണ്. വീക്ക് ഹീറോ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഔട്ട് റൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഫ്ലൈറ്റ് റിസ്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഡ്രാമ റൊമാൻറ്റിക് ഫാമിലി വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. എവരിക്കി ചെപ്പോഡു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ്, ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഇപ്പോൾ മുതൽ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി ഹൊറർ മൂവിയാണ്. ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ചോരി 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഏപ്രിൽ മാസം 11-ാം തീയതി ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. മിസ്റ്റർ ഹൗസ് കീപ്പിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തത് സർപ്രൈസായി റിലീസ് ചെയ്ത ഒരു മലയാള സിനിമയാണ് അൻപോട് കൺമണി എന്ന് പറഞ്ഞ സിനിമ. അർജുൻ അശോകനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ ഫീൽ ഗുഡ് വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇന്ന് സർപ്രൈസായി റിലീസ് ചെയ്തിട്ടുള്ളത്. കണ്ട് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.